നമസ്കാരം. ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ ആദിലയോട് ആര്യനും ജിസയിലും സംസാരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അക്ബറിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ ആര്യനും ജിസയിലും പറയുന്നുണ്ട്. അതാണ് ഈ വീഡിയോയിൽ മുഴുവനായിട്ട് കാണണേ. മോസ്റ്റ് പ്ലെയർ അനീഷാണെന്ന് അക്ബർ ഇടയ്ക്കിടെ എന്നോട് പറയാറുണ്ട്. അതേപോലെ തന്നെ എല്ലാ സാറ്റർഡേ സൺഡേ ലാലേട്ടൻ വരുമ്പോൾ അനീഷിനെ എഴുന്നേറ്റ് നിൽപ്പിക്കുന്നത് അവന് കുറച്ച് മോസ്റ്റ് പോപ്പുലർ ആയതുകൊണ്ടായിരിക്കാം എന്ന് അവനൊരു തോന്നലുണ്ട്. ഇന്നിപ്പോൾ എൻ്റെ മമ്മി വന്നപ്പോൾ അനീഷിനോട് സംസാരിച്ചു, അക്ബറോട് സംസാരിച്ചില്ല എന്നാണ് പറയുന്നത്. ഓരോരുത്തരും ഡിഫറെൻറ്റ് ക്യാരക്ടറാണല്ലോ. അപ്പോൾ നമുക്ക് ഓരോരുത്തരെ കഴിവിനനുസരിച്ച് ഇഷ്ടപ്പെടും. അല്ലാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ശരിക്കും അക്ബറിനോട് പറഞ്ഞിട്ടുണ്ട്, അനീഷിൻ്റെ ക്യാരക്ടർ അനീഷിനെ ആവാൻ പറ്റത്തുള്ളൂ. അതാവാൻ അക്ബറിന് പറ്റില്ല. വെറുതെ എന്തിനാണ് കുറ്റം പറയുന്നത് എന്ന് ഞാൻ പലതവണ ചോദിച്ചിട്ടുണ്ട്. ഇന്ന് ജിസയിൽ പറയുമ്പോൾ ആര്യൻ പറയുന്നുണ്ട്, ഒരാൾ എവിടെയാണോ അടിപൊളിയായിട്ട് പോകുന്നത് അവരെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എല്ലാ രീതിയിലും ഇവിടെ ട്രൈ ചെയ്യുന്നുണ്ട്. എൻ്റെ എതിരാളി നേരെ വരുമ്പോൾ എനിക്കൊരു പ്രശ്നവുമില്ല, പക്ഷെ ഒരു ഫ്രണ്ട് വരുമ്പോൾ അതാണ് എനിക്ക് പ്രശ്നം. ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് പ്യുവറാണെന്നും ജെന്യൂനാണെന്നും പൊളിയാണെന്നും ഒക്കെ പറഞ്ഞത് അക്ബർ തന്നെയാണ്. എന്നിട്ട് എത്ര പെട്ടെന്നാണെന്നറിയോ മാറ്റി പറഞ്ഞത്. ഞങ്ങൾ ജെന്യൂനായിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്കത് തെറ്റായിട്ട് തോന്നും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇപ്പോൾ സംസാരിക്കാൻ നിൽക്കാറില്ല. ബെഡ് പോലും മാറിക്കിടന്നു. ഇനിയിപ്പോൾ ഒരിക്കലും സംസാരിക്കാനും പോകുന്നില്ല. അമ്മ എന്നെയും ആരിനെയും വിളിച്ചിട്ടാണ് പറഞ്ഞത്, നിങ്ങൾ ഒരുമിച്ച് ഇരുന്നോ കഴിച്ചോ എല്ലാം ഷെയർ ചെയ്തോ, പക്ഷേ ബെഡ് മാത്രം ചേഞ്ച് ചെയ്യണമെന്ന്. അമ്മമാർ സ്നേഹം കൊണ്ടാണ് പറഞ്ഞത്, അത് ഞങ്ങൾ അനുസരിച്ചു. അതിൽ വേറെ ഒന്നുമില്ല. ഇത്രയൊക്കെ പറയുമ്പോൾ ആദില നൈസായിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ലവ് ട്രാക്കാണോ അല്ലെങ്കിൽ നിങ്ങൾ ഫേക്ക് കളിക്കുകയാണോ? അതൊക്കെ നിങ്ങളെ ഇഷ്ടം. നിങ്ങൾ നന്നായിട്ട് കളിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ജെന്യുവനായിട്ട് ഇഷ്ടമാണെങ്കിൽ ഓക്കെയാണ്. ഞങ്ങൾ തമ്മിൽ ലവ് ട്രാക്ക് ഒന്നുമില്ല, നല്ല ഫ്രണ്ട്സാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വിഷമമുണ്ട്. അവിടെ ഇരുന്നും ഇവിടെ ഇരുന്നും ഓരോരുത്തരും ഞങ്ങളെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് കുറ്റം പറയുമ്പോൾ ഇനി എത്ര ട്രൈ ചെയ്താലും ഞങ്ങൾക്ക് ആ പഴയ ബോണ്ടിലെത്താൻ കഴിയില്ല. ഈ അക്ബറും ഷാനവാസും ലക്ഷ്മിയെ വെച്ച് കുറേ പ്രാങ്ക് കളിച്ചു. അതൊന്നും എനിക്ക് ഇഷ്ടമല്ല, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ലക്ഷ്മിയെക്കുറിച്ച് പറഞ്ഞ് എന്നെ ബ്രെയിൻ വാഷ് ചെയ്യാനും ശ്രമിച്ചിട്ടുണ്ട്. ഇത്രയും വലിയ പ്രശ്നം ഷാനവാസും നിവിനും തമ്മിലുണ്ടായിട്ട് ബിഗ് ബോസ് എന്തുകൊണ്ട് ചർച്ച ചെയ്തില്ല? അതൊക്കെ സംസാരിക്കാൻ തുടങ്ങിയാൽ ആ ടോക്ക് വൾഗറായിട്ട് മാറും. അതുകൊണ്ട് തന്നെ ഞങ്ങളെക്കുറിച്ച് ആര് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവർ തന്നെ തോക്കത്തുള്ളൂ. അതിനെതിരെ സംസാരിക്കാൻ നിന്നാൽ വൃത്തികേടായിപ്പോവും എന്നറിയുന്നതുകൊണ്ട് തന്നെയാണ് ഞാനൊന്നും മിണ്ടാത്തത് എന്ന് ആര്യൻ പറയുന്നുണ്ട്. അവരുടെ ചർച്ചകൾ അങ്ങനെ നീണ്ടു പോവുകയാണ്. എന്തായാലും മറ്റൊരു വിശേഷമായി മറ്റൊരു വീഡിയോയിലൂടെ കാണാം.